ഞാൻ ഡോക്ടർ അംബിക സോമനാഥ്, കേരളത്തിൽ നിന്നാണ്. ഞങ്ങൾ ദ്വാദശ ജ്യോതിർലിംഗത്തിൽ ബാബ വൈദ്യനാഥ് എന്ന ജ്യോതിർലിംഗം കാണാൻ വന്നതാണ്. ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം 5:30 മണിയായപ്പോൾ ജാർഖണ്ഡിനുള്ള ട്രെയിനിൽ കയറി. പിറ്റേ ദിവസം 12:30-12:45 ജസീദി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെയാണ് ജ്യോതിർലിംഗം കാണാൻ പോകാൻ വേണ്ടി ഇറങ്ങേണ്ട സ്ഥലം. അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ജ്യോതിർലിംഗം ഉള്ള സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്തിൻ്റെ പേര് ദേവ്ഘർ എന്നാണ്. പിറ്റേ ദിവസം 12:00-12:45 ഞങ്ങൾ ആ സ്ഥലത്ത് വന്നിറങ്ങി. ധാരാളം വളകൾ വിൽക്കുന്ന കടകൾ കാണാം. ക്ഷേത്ര മതിൽക്കകത്തേക്ക് പ്രവേശിക്കാനായിട്ട് 4 വാതിലുകളുണ്ട്. ക്ഷേത്ര മതിൽക്കകത്ത് ഒരു 10,000 ആൾക്കാർക്കെങ്കിലും നിൽക്കാൻ സൗകര്യമുള്ള അത്ര ഉള്ള സ്ഥലമുള്ളതാണ്. രാവിലെ 6 മണിക്ക് ക്ഷേത്രം തുറക്കും. തുറന്നാൽ വൈകുന്നേരം 4:30 അടയ്ക്കും. ആ സമയം മുഴുവൻ ഭക്തജനങ്ങൾക്ക് ജ്യോതിർലിംഗത്തെ സ്പർശിക്കാനും അഭിഷേകം ചെയ്യാനും ആരതി ചെയ്യാനും അർച്ചന ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ശ്രീകോവിലിനകത്ത് എല്ലാ സമയവും ഭയങ്കര തിരക്കാണ്. ഒരു 100-150 ആൾക്കാർ ഒരേ സമയം ശ്രീകോവിലിനകത്ത് 100-150 ഭക്തജനങ്ങൾ കാണും. എല്ലാ സമയവും ഭയങ്കര തിരക്കായിരിക്കും അതിന് വേണ്ടിയുള്ളത്. വൈകുന്നേരം 7 മണിക്ക് വീണ്ടും തുറക്കും. തുറന്നാൽ 9 മണി വരെയാണ്. ആ സമയം ഭക്തജനങ്ങൾക്ക് അഭിഷേകം ചെയ്യാനും ആരതി ചെയ്യാനും ഉള്ള സൗകര്യങ്ങളില്ല. ആ സമയം ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബാബ വൈദ്യനാഥ മന്ദിരത്തിൻ്റെ ശ്രീകോവിലിന് നേരെ മുമ്പിലായിട്ട് ദേവിയുടെ ഒരു ശക്തിപീഠമുണ്ട്. അതായത് സതീദേവിയുടെ ഹൃദയം വീണ സ്ഥലമാണെന്ന് പറയുന്നത്. ഇപ്പോൾ പാർവതി മന്ദിർ എന്നാണ് പറയുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ആരതി നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ കാശിയിൽ ഗംഗാരതി നടക്കുന്ന പോലെ തന്നെ അവിടെ 3 പേര് നിന്ന് ആരതി നടത്തും. നമുക്ക് പുറത്ത് അമ്പലത്തിനകത്ത് തന്നെ നിന്നാൽ അത് നന്നായിട്ട് കാണാവുന്നതാണ്. പിന്നെ അവിടുത്തെ വലിയൊരു വഴിപാടാണ് ഭഗവാന്റെ താഴികക്കുടത്തിൽ നിന്ന് ദേവിയുടെ താഴികക്കുടത്തിലേക്കൊരു കട്ടിയുള്ളൊരു നൂലെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ചരട്, അത് ബന്ധിക്കുന്നത്. അത് വലിയൊരു വഴിപാടാണ് ഇവിടുത്തെ. അതായത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന്, വിവാഹ തടസ്സം നീങ്ങുന്നതിന്, അങ്ങനെ ഏത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും അവർ ചെയ്യുന്ന ഒരു വഴിപാടാണ്. 500 രൂപ കൊടുത്താൽ നമുക്കത് ചെയ്യാം. അപ്പം നമ്മൾ ഈ വഴിപാട് കഴിക്കാൻ പറഞ്ഞാൽ അപ്പം അവിടെയുള്ള ഒരാളാണ് ഇതിൻ്റെ മുകളിൽ കയറി താഴികക്കുടത്തെ കയറി അത് കെട്ടും. എന്നിട്ട് അത് അവർ താഴോട്ടിടും. അപ്പോൾ ഈ വഴിപാട് കഴിക്കുന്നവർ ആ ചരടയിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ ദേവിയുടെ അമ്പലത്തിൻ്റെ അവിടെ വരെ കൊണ്ടുചെല്ലണം. എന്നിട്ട് അവരുടെ ആൾക്കാർ ആ മോളിൽ പോയി കെട്ടും. അപ്പം നേരത്തെ കെട്ടിയിരുന്ന ചരട് അവർ താഴേക്കിടുമ്പം അത് പിടിച്ച് വലിച്ച് കുറേശ്ശെയാണേലും അത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ ഭയങ്കര തെക്കും തിരക്കുമാണ്. അത് വലിയൊരു കാര്യമായിട്ടാണ് ഇവർ കാണുന്നത്. പാണ്ഡ്യ സമുദായത്തിലുള്ളവരാണ് ഈ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ നടത്തുന്നത്. ചെറിയ കുറേ മന്ദിരങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പിലെല്ലാം ഇവരുടെ ഓഫീസുകൾ ധാരാളം കാണാം. അപ്പോൾ അവർ നമ്മളെ പൂജ നടത്തുന്നതിനും നമുക്ക് തൊഴാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. 250 രൂപയാണ് സാധാരണ തൊഴാൻ സഹായിക്കുന്നതിന് ഫീസ്. വേറെ പൂജകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഫീസുകൾ കാണും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ധാരാളം അവിടെ. ശ്രീ രാവണേശ്വർ ബാബ വൈദ്യനാഥ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പേര്. 5ാമത്തെ ജ്യോതിർലിംഗമാണിത്. ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത്, അതായത് ശിവഭക്തനായിരുന്ന രാവണൻ കൈലാസത്തിൽ നിന്ന് പോരുമ്പോൾ ശിവൻ ഒരു ശിവലിംഗം കൊടുത്തു വിട്ടെന്നാണ് രാവണൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് നിലത്ത് വെക്കാതെ ലങ്കയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അപ്പം രാവണൻ ഈ ശിവലിംഗം കൊണ്ട് ലങ്കയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ രാവണനെ ജയിക്കാനും ഒന്നും ആർക്കും സാധ്യമല്ലല്ലോ. ഇതറിഞ്ഞ ദേവന്മാർ മഹാവിഷ്ണുവിനോട് പറയുകയാണ് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന്. അപ്പം മഹാവിഷ്ണു ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് രാവണനോട് കുറേ സമയമായില്ലേ ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നു, അപ്പോൾ എവിടെയെങ്കിലും കുറച്ച് നേരം വിശ്രമിക്കണം, എൻ്റെ കൈ തരാൻ പറഞ്ഞിട്ട് വാങ്ങിക്കുവാണ്. അപ്പം രാവണൻ വിശ്രമിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് ഈ കുട്ടി ഇത് നിലത്ത് വെച്ചിട്ട് അങ്ങ് പോവും. അപ്പം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ശിവലിംഗം നിലത്തുറച്ച് പോകുന്നതാണ്. ആ ശിവലിംഗമാണത്. അതുകൊണ്ടാണ് ശ്രീ രാവണേശ്വർ ബാബ വൈദ്യനാഥ് ജ്യോതിർലിംഗം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ രാവണനുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു ജ്യോതിർലിംഗമാണിത്.
വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ആരതി നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ കാശിയിൽ ഗംഗാരതി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു വഴിപാടാണ് ആരതി. നമുക്ക് പുറത്ത് 2 കുടത്തിൽ അമ്പലത്തിനകത്ത് ജലം കൊണ്ടുവരുവാണ്, കൊണ്ടുവന്ന് ഇവിടെ ഭഗവാനെ അഭിഷേകം ചെയ്യുവാണ്. അതാണ് ഇത് ഇവിടുത്തെ ഒരു വഴിപാടാണ്.